വെൽക്കം ടു ആൾ. ഐ എം സതീഷ് കുമാർ. അപ്പോൾ വയർമാൻ ലൈസൻസ് അല്ല, വയർമാൻ പെർമിറ്റിന്റെ 2 വീഡിയോകൾ നമ്മൾ കഴിഞ്ഞു. ഇപ്പോൾ 3ാമത്തെ വീഡിയോയിലേക്ക് പോവുകയാണ്. ഇൻസ്പെക്ടറേറ്റ് വർഷങ്ങളായിട്ട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളും അതുപോലെ അവരുടെ സിലബസ് അനുസരിച്ച് ചോദിക്കാൻ സാധ്യതയുള്ളതുമായ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ പാർട്ട് 3 ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ? ഓക്കെ, ഇന്നിപ്പോ നമ്മൾ കഴിഞ്ഞ 10 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: വൈ വി പ്രിഫർ സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോഴ്സ്? നമ്മൾ എന്തുകൊണ്ടാണ് മറ്റ് സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോർ മറ്റു കാര്യങ്ങളൊക്കെ സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടറിന് നമ്മൾ പ്രിഫറൻസ് കൊടുക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഉത്തരം നമുക്ക് കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻസ് നോക്കാം. 1 ഹൈ എഫിഷ്യൻസി, 2 ലോ കോസ്റ്റ്, 3 ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക്, 4 ലോ സ്റ്റാർട്ടിംഗ് ടോർക്ക്. അപ്പൊ ഇവിടെ നമുക്ക് ഉത്തരം എന്ന് പറയുന്നത് എഫിഷ്യൻസി അല്ല, ലോ കോസ്റ്റ് അല്ല, ലോ സ്റ്റാർട്ടിംഗ് ടോർക്കും അല്ല. നമ്മൾ ഉപയോഗിക്കാൻ അതിന്റെ സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോർ പ്രിഫർ ചെയ്യാൻ കാരണം ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്കാണ്. ഓക്കെ, നമുക്ക് 12ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ടൂൾ ഈസ് യൂസ്ഡ് ടു ഫിക്സ് ദ ടെർമിനൽ സോക്കറ്റ്? നമ്മൾ ഈ ടെർമിനൽ സോക്കറ്റ് എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അതിനെ കണക്ടർ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ആ സാധനത്തെ ഫിക്സ് ചെയ്യാനായിട്ട് ഏത് ഇതാണ് ഉപയോഗിക്കുന്നത്, ഏത് ടൂളാണ് ഉപയോഗിക്കുന്നത്? സ്ക്രൂ ഡ്രൈവർ, കോമ്പിനേഷൻ പ്ലയർ, ക്രിമ്പിംഗ് ടൂൾ, റിംഗ് സ്പാനർ. അപ്പൊ എന്തായാലും നമുക്കറിയാം, ഒരു കോമ്പിനേഷൻ പ്ലെയർ കൊണ്ട് അതിനെ ഫിക്സ് ചെയ്യാൻ പറ്റത്തില്ല. ക്രിമ്പിംഗ് ടൂൾ എന്നുള്ളത് മറ്റേ നമ്മുടെ ലെഗ് ക്രിമ്പിംഗ് ചെയ്യുന്നതിനാണ്. പിന്നെ റിംഗ് സ്പാനർ എന്ന് പറഞ്ഞാൽ നട്ട് ബോൾട്ടുകൾ ടൈറ്റ് ചെയ്യാൻ ലൂസ് ചെയ്യാനാണ്. അപ്പൊ ഇതിന്റെ ഉത്തരം എന്തായിരിക്കും? സ്ക്രൂ ഡ്രൈവർ. ഓക്കെ, അപ്പോൾ 13ാമത്തെ ക്വസ്റ്റ്യൻ: വെൻ 2 resistors of 1000 ohm are connected in parallel, the effective resistance is? അതായത് 1000 ഓം ഉള്ള 2 റെസിസ്റ്ററുകൾ പാരലൽ ആയിട്ട് കണക്ട് ചെയ്താൽ എന്തായിരിക്കും അതിന്റെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്, എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പാരലൽ കണക്ഷൻ ആകുമ്പോൾ 1/R1 + 1/R2 എന്നാണ്. അതായത് അല്ലെങ്കിൽ നമുക്ക് LCM എടുത്ത് ചെയ്യണത് R1R2/R1 + R2. അതായത് 1000 × 1000 ഡിവൈഡഡ് ബൈ 1000 + 1000. അപ്പൊ അങ്ങനെ ആയിരിക്കും നമുക്ക്. അപ്പൊ ഇവിടെ ആൻസർ പറഞ്ഞിരിക്കുന്നത് 1000 ഓം, 2000 ഓം, 50 ഓം, 500 ഓം. ഇപ്പൊ ഇതിൽ നിന്ന് ആൻസർ നമുക്ക് നോക്കാം. 1000 × 1000 ഡിവൈഡഡ് ബൈ 2000 എന്ന് പറയുമ്പോൾ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് 500 ഓം ആയിരിക്കും. ഓക്കെ, ഇനി 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ കൂളിംഗ് മീഡിയ ഓഫ് ഡ്രൈ ടൈപ്പ് ട്രാൻസ്ഫോമർ ഈസ്? ഡ്രൈ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് ഉണങ്ങിയിരിക്കുന്നത്. അതായത് അപ്പൊ അതിനകത്ത് എന്തായിരിക്കും നമുക്ക് ഊഹിക്കണം. ഡ്രൈ ആണ്. അപ്പൊ ട്രാൻസ്ഫോമർ ഓയിൽ ആണോ, എയർ ആണോ, മൈക്കയാണോ, പേപ്പർ ആണോ? അപ്പൊ ഇതിൽ ഏത് ഐറ്റം ആണ് നമ്മൾ കൂളിംഗ് മീഡിയ ആയിട്ട് ഡ്രൈ ടൈപ്പ് ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഡ്രൈ ആയതുകൊണ്ട് ട്രാൻസ്ഫോമർ ഓയിൽ അല്ല എന്നുള്ള ഉറപ്പിക്കാമേ. പക്ഷെ നമ്മുടെ സംശയം ഉണ്ടാവും. കാര്യം നമ്മൾ കണ്ടിട്ടുള്ള എല്ലാ ട്രാൻസ്ഫോമറുകളും ഓയിൽ ടൈപ്പിലാണ്, ഓയിൽ കൂൾഡ് ടൈപ്പാണ്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് എയർ ആണ്. 15ാമത്തെ ക്വസ്റ്റ്യൻ: വിച്ച് ടൈപ്പ് ഓഫ് സ്റ്റാർട്ടർ ഈസ് യൂസ്ഡ് ഇൻ സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോർ? ഇപ്പൊ സ്റ്റാർട്ടർ, ഈ സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഏത് ടൈപ്പ് സ്റ്റാർട്ടറാണ് യൂസ് ചെയ്യുന്നതാണ്? നമുക്ക് കുറെ സ്റ്റാർട്ടറുകളൊക്കെ അറിയാം. അപ്പോ പ്രൈമറി റെസിസ്റ്റർ ടൈപ്പ് സ്റ്റാർട്ടർ, സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ, റോട്ടർ റെസിസ്റ്റർ സ്റ്റാർട്ടർ, DOL സ്റ്റാർട്ടർ. അപ്പോ ഓർമ്മിക്കുക, പ്രൈമറി റെസിസ്റ്റർ അല്ല. പിന്നെ സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോർ ഒരു 3.5 kW 5 HP മുകളിലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നതാണ്. പിന്നെ അതിലും താഴോട്ടുള്ള നമ്മൾ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന ചെറിയ പമ്പ് സെറ്റുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിരിക്കും നമ്മൾ, അല്ലെങ്കിൽ 3 ഫേസിന്റെ ചെറിയ മോട്ടോറുകൾക്കൊക്കെ ആയിരിക്കും നമ്മൾ DOL ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടർ ഉപയോഗിക്കുന്നത്. ഇനി അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് ഉത്തരം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എന്താണ് സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോഴ്സിന് യൂസ് ചെയ്യുന്ന സ്റ്റാർട്ടർ എന്ന് പറയുന്നത്? റോട്ടർ റെസിസ്റ്റൻസ് സ്റ്റാർട്ടറാണ്. അപ്പൊ ഇനി നമുക്ക് 16ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. The tariff class of industrial consumer in KCB is? അപ്പൊ ഇൻഡസ്ട്രിയൽ കൺസ്യൂമറുകളുടെ താരിഫ് ഏത് ക്ലാസ് ആണ് എന്നാണ് ചോദിച്ചത്. ഇതിന് ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ മുമ്പൊരിക്കൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഏതിനാണ് റേറ്റ് കുറവ് എന്നുള്ളത്, അല്ലെ? അപ്പൊ നമ്മൾ അന്ന് അഗ്രികൾച്ചർ പറഞ്ഞിരുന്നു. അപ്പൊ ഇവിടെ
LT5 അഗ്രികൾച്ചർ ആണെന്ന് നമുക്കറിയാം. LT6 എന്ന് പറയുന്നത് ചെറിയ ചെറിയ സ്കൂളുകള്, പ്രൈവറ്റ് ബിൽഡിങ്ങുകൾ, ഹോസ്പിറ്റൽ അങ്ങനെയുള്ളതിന്റെ ആണെന്ന് അറിയാം. LT7 എന്ന് പറയുന്നത് കൊമേഴ്സ്യൽ പർപ്പസ് ആണെന്ന് പറയാം. അപ്പൊ നമുക്ക് ആൻസർ എന്ന് പറയുന്നത് LT4 ആണ്. ഓക്കെ, അപ്പൊ ഇൻഡസ്ട്രിയൽ കൺസ്യൂമറിന്റെ താരിഫ് എന്ന് പറയുന്നത് LT4. അടുത്ത ക്വസ്റ്റ്യൻ, 17ാമത്തെ ക്വസ്റ്റ്യൻ എന്നുള്ളത് സിംഗിൾ ഫേസ് ജനറേറ്റർ ഇസ് ഇൻസ്റ്റാൾഡ് ഇൻ ദ പ്രിമിസസ് ഓഫ് എ 3 phase ഡൊമസ്റ്റിക് കൺസ്യൂമർ. വിച്ച് ടൈപ്പ് ഓഫ് ചേഞ്ച് ഓവർ സ്വിച്ച് ഈസ് യൂസ്ഡ്? അപ്പൊ ഒരു 3 phase കണക്ഷൻ ഉള്ള വീട്, ആ വീട്ടിൽ നമ്മളൊരു സിംഗിൾ ഫേസ് ജനറേറ്റർ ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. അപ്പൊ വച്ച് കഴിഞ്ഞപ്പോ അതിന് നമ്മൾ ഏത് ചേഞ്ച് ഓവർ വെക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആൻസർ വന്നിരിക്കുന്നത് 2 പോൾ ഉണ്ട്, 3 പോൾ ഉണ്ട്, സിംഗിൾ പോൾ ഉണ്ട്, 4 പോൾ ഉണ്ട്. ഏത് ടൈപ്പ് ആയിരിക്കാം നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ആൻസർ നമുക്കറിയാം. 2 പോൾ വെച്ചാൽ സിംഗിൾ ഫേസ് വന്നിട്ട് 3 phase ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇനി സിംഗിൾ പോൾ ഒരു കാരണവശാലും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി 3 പോൾ ആണെങ്കിൽ 3 ഫേസിനെ മാത്രമേ കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ, ന്യൂട്രലിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ ആൻസർ ഈസ് 4 പോൾ. Which authority has the power to determine the electricity charges in Kerala? നമ്മുടെ കേരളത്തിലെ ഇലക്ട്രിസിറ്റിയുടെ റേറ്റ് കൂട്ടുക, കുറയ്ക്കുക, അതിനെന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്തുക എന്നുള്ളതൊക്കെ തീരുമാനിക്കാനുള്ള അതോറിറ്റി ആരാണ്? ഇപ്പൊ ആൻസർ ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത് ഇലക്ട്രിസിറ്റി മിനിസ്റ്റർ, KEB ലിമിറ്റഡ്, താരിഫ് റെഗുലേറ്ററി കമ്മീഷൻ, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഒരു മിനിസ്റ്റർക്ക് ഒരിക്കലും എന്താകത്തില്ല, ഇതിന്റെ സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ പറ്റില്ല. അതുപോലെ KEB ലിമിറ്റഡിന് ആവശ്യം ഉന്നയിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ, അവർക്ക് ഒരിക്കലും താരിഫ് കൂട്ടാൻ പറ്റത്തില്ല. ഇനി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അവർക്ക് ഇതിനുമായിട്ട് ഇടപെടാൻ യാതൊരു അധികാരവുമില്ല. അവർക്ക് ലൈസൻസ് പരമായ കാര്യങ്ങളും മറ്റു പ്രതിഷ്ഠാപനത്തിലെ തെറ്റുകളും കുറ്റങ്ങളും കണ്ടുപിടിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോ ആൻസർ എന്ന് പറയുന്നത് നമ്മുടെ ഓപ്ഷൻ സി ആണ്, താരിഫ് റെഗുലേറ്ററി കമ്മീഷൻ. ഓക്കെ, ഇനി 19ാമത്തെ ക്വസ്റ്റ്യൻ, ദ വോൾട്ടേജ് റേറ്റിംഗ് ഓഫ് ആൻ ഇൻസുലേഷൻ മെഗർ ഇൻ ആൻ LT ഇൻസുലേഷൻ, ലോ ടെൻഷൻ ഇൻസുലേഷൻ. അപ്പൊ നമ്മള് സാധാരണ വീട് പോലുള്ള ചെറിയ കടകൾ പോലെയൊക്കെ ഉള്ള സിംഗിൾ ഫേസ് ആയിട്ട് മറ്റൊക്കെ വരുന്ന ചെറിയ ചെറിയ ബിൽഡിങ്ങുകളുടെ, അല്ലെങ്കിൽ 3 phase ആയാലും ചെറിയ ചെറിയ ബിൽഡിങ്ങുകളുടെ LT, അതായത് LT ഇൻസ്റ്റലേഷനകത്തുള്ള വോൾട്ടേജ് റേറ്റിംഗ് മെഗറിന്റെ, ഇൻസുലേഷൻ മെഗറിന്റെ വോൾട്ടേജ് റേറ്റിംഗ് എത്ര ആയിരിക്കും എന്നാണ് ഇരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. 1000 വോൾട്ട്, 415 വോൾട്ട്, 230 വോൾട്ട്, 500 വോൾട്ട്. ഏതായിരിക്കും എന്ന് നിങ്ങൾക്ക് ഊഹിക്കാമോ? എന്ത് തന്നെ ആയാലും 415 വോൾട്ട് 3 phase വോൾട്ടേജ് ആണ്, 230 വോൾട്ട് എന്ന് പറയുന്നത് സിംഗിൾ ഫേസിന്റെ വോൾട്ടേജ് അല്ല, എന്നാലും സിംഗിൾ ഫേസിന് തുല്യമാണ്. അപ്പം ഇത് രണ്ടും കൊണ്ട് നമുക്ക് അത് റേറ്റിംഗ് ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു ഹൈ വോൾട്ടേജ് ആണ് വേണ്ടത് എന്ന് വെച്ച് LT ഇൻസുലേഷൻ ഒരിക്കലും 1000 വോൾട്ട് വേണ്ട. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 500 വോൾട്ട്. ഇനി ഈ വീഡിയോയിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ് 20ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ കേരള വയർമാൻ പെർമിറ്റ് ഈസ് ഇഷ്യൂഡ് ബൈ. ഈ കേരളത്തിലത് വയർമാൻ പെർമിറ്റ് നൽകാനുള്ള അധികാരം ആർക്കാണ്? കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ലൈസൻസിംഗ് ബോർഡ്, കേരള സ്റ്റേറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ്, ഇലക്ട്രിക്കൽ കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ. ഇലക്ട്രിസിറ്റി ലൈസൻസിംഗ് ബോർഡ് ആണോ, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ആണോ, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബോർഡ് ആണോ, അതോ ഇലക്ട്രിക്കൽ കോൺട്രാക്ടർ അസോസിയേഷൻ ആണോ ഇതിന് അധികാരപ്പെട്ട അതോറിറ്റി എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമുക്കറിയാം കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന് ലൈസൻസ് ഉള്ളവരെ കൊണ്ട് വയറിംഗ് ചെയ്യിക്കാൻ പറ്റുന്നോ എന്ന് മാത്രം നോക്കാനേ പറ്റുള്ളൂ. ഇൻസ്പെക്ടറേറ്റിന് ലൈസൻസിന്റെ പുതുക്കാനും അവർ തമ്മിലുള്ള ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇലക്ട്രിക്കൽ കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ എന്നുള്ള ഒരു പ്രൈവറ്റ് ആണ്, ഗവൺമെന്റ് ആയിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തതാണ്. അപ്പൊ നമുക്ക് ഉറപ്പിക്കാം ആൻസർ ഓപ്ഷൻ എ, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ലൈസൻസിംഗ് ബോർഡ്. അപ്പൊ നമ്മുടെ ഈ വീഡിയോയുടെ അവസാനത്തെ കഴിഞ്ഞു. അപ്പൊ അടുത്ത വീഡിയോയിൽ പാർട്ട് 4 കാണുന്നവരെ വെയിറ്റ് ചെയ്യുക. താങ്ക് യു.